അവർ കല്യാണ പെണ്ണ്. ഷെയറും കൂടെ എല്ലാം ചെയ്യണ്ട. ഹേ ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളത് കാർമൽ റാം ഞങ്ങളുടെ സ്റ്റേഷനിലോട്ടേക്ക് എത്താറായിട്ടോ. എല്ലാവരും എണീറ്റിരിക്കുന്നുണ്ട്. ഞാനാ ലാസ്റ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റ പാടന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയ പോലെ ഇല്ല. താഴെ കാപ്പിക്കാരൻ വന്ന സമയത്ത് മമ്മി ഒരു കാപ്പി വാങ്ങി തന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ മുകളിൽ തന്നെ ഇരുന്നതിന് ശേഷം ഞാൻ നേരെ പിന്നെ താഴോട്ടേക്ക് ഇറങ്ങി. ജസ്നെ അങ്കിളും ആൻറ്റിയൊക്കെ അപ്പുറത്തെ പോകില്ലാണ്ട് അവരെ എണീപ്പിക്കാനായിട്ട് ഞാൻ പിന്നെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാ. അവിടെ പോകുമ്പോഴത്തേക്ക് ആൻറ്റി ആണേൽ നേരത്തെ എഴുന്നേറ്റ് അവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടോ. ഒന്നാമത് തമിഴ്നാട് ആ ഒരു സൈഡ് എത്തിയപ്പോൾ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടോർച്ചൊക്കെ അടിച്ച് കണ്ണിലോട്ടേക്കൊക്കെ അടിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കല്യാണ പരിപാടിയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അങ്കിൾ ഏർപ്പാടാക്കിയ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വേഗം വണ്ടിയിലോട്ടേക്കൊക്കെ കയറി. രണ്ടാമത്തെ നിലയിലാട്ടോ അങ്കിളൊക്കെ താമസിക്കുന്നത്. താഴത്തെ നിലയിൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് 2 ദിവസത്തേക്ക് അവർ റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കിള് കൂട്ടാൻ വേണ്ടി താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിയൊക്കെ അവിടെ ഫുഡാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ടാകുമ്പോൾ മുകളിൽ പോയിട്ട് കാണാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. ഇന്നിവിടെ ആട്ടോ പരിപാടി നടക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രേ. എല്ലാവരും റൂമിലെത്തി ഒന്ന് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലോട്ടേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. ഹേ ഹലോ, ഗുഡ് മോർണിംഗ്. ഫൈനലി വി റീച്ച്ഡ് ബാംഗ്ലൂർ. അപ്പോൾ ഇപ്പോൾ രാവിലെ എത്തിയതേ ഉള്ളൂ, ഇവിടെ റൂമിൽ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ വരാൻ പോകുന്ന കാര്യം വെച്ചാൽ ഇനി മുകളിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടൊക്കെ പോയിട്ട് ചേച്ചി ആൻറ്റി എല്ലാവരും മീറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് ചേച്ചിയുടെ മധുരവെപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഈ വ്ളോഗിൽ വരുന്നുണ്ട്. പിന്നെ എന്തായാലും വരും. ഓക്കെ, സ്റ്റേ ട്യൂൺ. ആ സമയത്ത് ഫ്രഷ് ആവണമെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട് ഇന്ന്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അന്നേരം വീണ്ടും വേർക്കും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും കുളിച്ച് കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്നേരം കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആട്ടെ കുളിച്ചത്. ബാംഗ്ലൂരിൽ നിൽക്കുന്ന ബാംഗ്ലൂർ സെറ്റിൽ ആകുന്ന എല്ലാരും സെറ്റല്ലേ? ജസ്ന ഒന്നും കൂടി പറ. ആ സെറ്റ് കേട്ടല്ലോ. ലോട്ടറി എടുക്കണം. പക്ഷെ ഫസ്റ്റ് ലോട്ടറി എടുക്കണം. ചാക്കു ചേച്ചി താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും മുകളിലുണ്ട് അത്രേ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ കാണിച്ചു തരാം. ഷടേന്ന് പല്ലൊക്കെ തേച്ച് ഞങ്ങൾ പെട്ടെന്ന് മുകളിലോട്ടേക്ക് പോയിട്ടോ. ഞങ്ങൾ ആൻറ്റിയും ചേച്ചി അവരെയൊക്കെ കാണാൻ പോവാണ്. എവിടെ മമ്മിയുടെ ചെരുപ്പ് എവിടെ? ആ ഇതന്നെ. Say hi. എന്താണ് കപ്പിൾ ഗോൾസ്? അവർ കല്യാണ പെണ്ണ്. ഷെയറും കൂടെ എല്ലാം ചെയ്യണ്ട. ദേ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ താഴോട്ടേക്ക് എത്തിച്ചിട്ട് അത് ചെയ്യാനുള്ളത്. നമ്മൾ ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റിങ്ങും അതിൻ്റെ മധുരം വെപ്പ് എഴുതിയിട്ടുള്ള ആ ഒരു ഇതൊക്കെ പുറമേ നിന്ന് അവർ വന്ന് ചെയ്യുന്നതാണ്. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും ഭയങ്കര കാറ്റ് പ്ലസ് തണുപ്പ് ഇതൊക്കെയായിരുന്നു. ഞാൻ വാസലിൻ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലും കാലിലൊക്കെ ഫുള്ളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വരണ്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ച മെഹന്തിയൊക്കെ ഇങ്ങനെ വിള്ളൽ വീണ പോലെയൊക്കെ ആയിപ്പോയി. കാരണം ഭയങ്കര തണുപ്പായിരുന്നു.
ലൈറ്റ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ പൂവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പണി കഴിഞ്ഞിട്ടോ. ഇനി ഇത് വന്ന് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലാണ് ബാക്കി മധുരം വെപ്പിൻ്റെ ആ ഒരു ഇത് വെക്കാനും പിന്നെ ചേച്ചിയുടെ ചെയർ ഇടാനും, ചെയർ ഐ മീൻ സോഫ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇനി അവർ സെറ്റാക്കും കേട്ടോ. ചായയൊക്കെ കുടിച്ച് പിന്നെ ചോറ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇന്നിടേണ്ട ഡ്രസ്സൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. മധുരം വെപ്പായതുകൊണ്ട് എല്ലാവരും ഒരു ഗോൾഡൻ ക്രീം ആ ഒരു തീമായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലൈക്ക് സാരി ഉടുക്കാം ആ ഒരു മൈൻഡായിരുന്നു. പിന്നെ അത് മാറ്റി ഞാൻ ധാവണിയാക്കി. ജോക്കുട്ടി ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇതേ ഇതുപോലെ പൂവും കാര്യങ്ങളും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് അവർ. എല്ലാവരും റെഡിയാണോ ജാസ്മിൻ ചേച്ചിയുടെ മധുരം വെപ്പിന്? റെഡിയാണോ? ഹായ് പറ. ഗൈസ് വി ആർ ഗെറ്റിംഗ് റെഡി. ദേ മുടിയും കൂടി അഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ റെഡിയായി. മധുരം വെപ്പിൻ്റെ പരിപാടീസൊക്കെ അവിടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ ഡെക്കറേഷൻ്റെ ലൈറ്റിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ. ഇനി അച്ഛൻ വന്ന് അവിടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മധുരം വെപ്പ് ചടങ്ങ് അങ്ങ് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക. ഞങ്ങൾ രണ്ടുപേരും മാറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും മേക്കപ്പ് കഴിയാൻ വേണ്ടി ഇച്ചിരി താമസം എടുത്തു. ഹലോ, നമുക്ക് ആയല്ലോ. ചിരിച്ച് സുന്ദരി എന്നെ വിളിച്ചില്ലല്ലോ. ഓൾ സെറ്റ്. ഹായ് പറ, ഹായ് പറ. ഞാൻ ധാവണി എടുത്തത് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേ എല്ലാവരുടെ റെഡി ആയിട്ടോ. ജാസ്മിൻ ചേച്ചി ഇവിടെ വരാനുണ്ട്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഹിയർ ഈസ് അവർ ബ്രൈഡ് കംസ്. എങ്ങനെയുണ്ടെന്ന് പറ. ചേച്ചിന്ന് ഞങ്ങൾ വിളിക്കുന്നതേ ഉള്ളൂ. ആളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കൊച്ചുകുട്ടി, ആ ഒരു വൈബാട്ടോ ആള്. മധുരം വെപ്പിൻ്റെ ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് മാറ്റിയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പന്മാർ മാത്രമല്ല, അമ്മമാരായാലും നമ്മുടെ പിള്ളേർ സെറ്റായാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് പേര് താഴെയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. വൈകുന്നേരം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. മോളിയമ്മ ഇവിടെ സുന്ദരമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ചിരിക്കാൻ പറയുമ്പോഴത്തേക്ക് എന്താ ചിരി. അച്ഛൻ വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ തന്നെ പ്രാർത്ഥനയൊക്കെ നടത്തിയതിന് ശേഷം മധുരം വെപ്പിൻ്റെ ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ വേഗം തന്നെ വന്നു. അപ്പോൾ നമ്മുടെ ബ്രൈഡ് വരുന്നതിന് മുമ്പേ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇതുപോലെ നടന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടീംസൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് താഴെ. ഫുഡ് അവിടെ റെഡിയാണ്. പിന്നെ ഇനി ചേച്ചിയുടെ എൻട്രീൻ്റെ സമയമാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പൂവൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കയ്യിൽ പൂവൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ നിരന്ന് നിൽക്കില്ലേ, ആ ഒരു സ്റ്റൈലായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി വന്ന പൂവൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മേത്ത് തന്നെ എറിഞ്ഞ് കളിച്ചു കേട്ടോ. അതടുത്ത വീടിനകത്ത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ജസ്നയുടെ തലയിലായാലും എൻ്റെ തലയിലായാലും മൊത്തം പൂവായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിട്ടാ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അങ്കിളും ആൻറ്റിയും ബാക്കിൽ കൊടയൊക്കെ ചൂടി കൊടുത്തിട്ട് ചേച്ചി സ്റ്റേജിലോട്ടേക്ക് കയറി വന്നത്. പിന്നെ വളരെ 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 ആക്റ്റീവായ ഒരു ബ്രൈഡ് ആയതുകൊണ്ട് മാത്രം ഏത് നേരം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. മധുരം കൊടുക്കട്ടെ? വേണ്ട, കേട്ടില്ല. മധുരം കൊടുക്കട്ടെ? കേട്ടില്ല. കേട്ടില്ല 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 നീ സൗന്ദര്യം പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ മധുരം വെക്കട്ടെ?
തരാവേ. എന്റെ മധുരമപ്പിന് നീ എന്ത് തരാന്ന്? ഗിഫ്റ്റ് സ്വർണ്ണണോ? ഡയമണ്ട്. അതിനുശേഷം ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഓരോരുത്തരായിട്ടൊക്കെ വന്നിട്ട് ഇതുപോലെ പെണ്ണിന് മധുരം കൊടുക്കും, ഫോട്ടോ എടുക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് ഡേക്ക്, അതായത് നാളെ കളിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുമിച്ച് ഞങ്ങളിതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മുകളിൽ പ്രാക്ടീസൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ചേച്ചിയുടെ സോളോ ഡാൻസ് ആട്ടോ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ചേച്ചിക്ക് കൂട്ടായിട്ട് ജോക്കുട്ടി വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് വ്ളോഗ് വഴിയേ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ഫെമിന.